കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇന്നും തീരുമാനമായില്ല. 10ഓളം സീറ്റുകളിൽ തർക്കമായ രൂക്ഷം നിലനിൽക്കുമ്പോൾ ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ്. സന്തോഷ്, എത്രമാത്രം രൂക്ഷമാണ് അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നത്? അവിടെ കേരളത്തിലെ നേതാക്കളുടെ നിലപാട് ഹൈക്കമാൻഡ് ഏതു തരത്തിലായിരിക്കും ഇത് സ്വീകരിക്കുക? ഔദ്യോഗികമായി അല്പസമയം മുമ്പ് സമാപിച്ചു. അതിനുശേഷം തെരഞ്ഞെടുപ്പ് സമിതി അംഗങ്ങളായ അംബിക സോണി, ഗിരിജ വാസ്, ഓസ്കാർ ഫെർണാണ്ടസ് തുടങ്ങിയവർ പുറത്തിറങ്ങി വന്നു. പക്ഷേ കേരള നേതാക്കൾ ഇപ്പോഴും ഉള്ളിൽ തന്നെയാണുള്ളത്. AK ആന്റണിയും ഉള്ളിൽ തന്നെയുണ്ട്. AK ആന്റണി, ഉമ്മൻചാണ്ടി, VM സുധീരൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയവർ അനൗദ്യോഗികമായ ചില ചർച്ചകൾ നടത്തുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. പ്രധാനമായും തർക്ക വിഷയങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് സമിതിക്കും ഒരു ഏക അഭിപ്രായം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നറിയാൻ കഴിയുന്നുണ്ട്. ബാക്കിയുള്ള സീറ്റുകളിൽ പാനലിൽ നിന്ന് ചില തെരഞ്ഞെടുപ്പുകൾ ഈ തെരഞ്ഞെടുപ്പ് സമിതി നടത്തിയിട്ടുണ്ട്. അക്കാര്യത്തിലുള്ള പ്രഖ്യാപനം ഉണ്ടാകും. പക്ഷേ തർക്ക സീറ്റുകളിൽ ഇപ്പോഴും ഇരു വിഭാഗവും രണ്ട് ചേരികളിൽ തന്നെയാണ് ഇന്നും തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ നിന്നത്. അതുകൊണ്ട് തന്നെ തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല. അതായത് മന്ത്രിമാരായ K ബാബു, ഇരിക്കൂറിൽ KC ജോസഫും കോന്നിയിൽ അടൂർ പ്രകാശും മത്സരിക്കുന്നതിനെ ശക്തമായി തന്നെ VM സുധീരൻ എതിർത്തു. പകരം മറ്റു സ്ഥാനാർത്ഥികളെയാണ് അദ്ദേഹം ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇതിനെതിരെ ഉമ്മൻചാണ്ടിയും നിലകൊണ്ടു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായുള്ള അനിശ്ചിതത്വം തെരഞ്ഞെടുപ്പ് സമിതിയിലും തുടർന്നു. അതുകൊണ്ട് തന്നെ സോണിയാഗാന്ധിയുടെ അധ്യക്ഷതയിൽ ചേർന്ന തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തില്ല. നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം ഇപ്പോൾ നടന്നിരിക്കുന്ന കേരള നേതാക്കളുടെ അനൗദ്യോഗിക ചർച്ചയിലും ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ അഭിപ്രായത്തിനായി വിടും. സോണിയാഗാന്ധി ഇക്കാര്യത്തിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതിനു ശേഷം പ്രഖ്യാപനം നടത്തുമെന്നാണ്. എന്തായാലും ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകില്ല. പ്രദീപ്. യെസ്, ദില്ലിയിൽ ചർച്ചകൾ പുരോഗമിക്കവേ തർക്ക സീറ്റുകളിൽ ഹൈക്കമാൻഡ് ആയിരിക്കും ഇനി അന്തിമ തീരുമാനം എടുക്കുക. ദില്ലിയിലെ ചർച്ചകൾ നിലനിൽക്കുമ്പോൾ തന്നെ കോൺഗ്രസ് ഘടകകക്ഷികളുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചയിലും തർക്കം രൂക്ഷം. അമ്പലപ്പുഴയ്ക്ക് പകരം പുനലൂർ നൽകാമെന്ന കോൺഗ്രസ് നിർദ്ദേശം JDU തള്ളി. ചടയമംഗലം വേണ്ടെന്ന് മുസ്ലിം ലീഗ് നേതാക്കളും കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചു. ഇതോടുകൂടി സീറ്റ് വിഭജന ചർച്ചകളിൽ ഘടകകക്ഷികൾ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന വിവരങ്ങളും പുറത്തുവരുന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിക്ക് മുമ്പായി ഘടകകക്ഷികളുടെ സീറ്റിൽ തീർപ്പുണ്ടാക്കാനുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ ശ്രമം പരാജയപ്പെട്ടു. ഫോണിൽ നടത്തിയ ഉഭയകക്ഷി ചർച്ചയിൽ അമ്പലപ്പുഴയ്ക്ക് പകരം പുനലൂർ നൽകാമെന്ന കോൺഗ്രസ് നിർദ്ദേശം JDU നേതാക്കൾ തള്ളി. നേരത്തെ അമ്പലപ്പുഴ JDUവിന് നൽകാമെന്നായിരുന്നു ധാരണ. നേമമണ്ഡലത്തിൽ കോൺഗ്രസ് താൽപര്യമറിയിച്ചു. കോവളം പകരം നൽകിയാൽ മാത്രം നേമം വിട്ടുകൊടുക്കാമെന്ന നിലപാടാണ് JDU സ്വീകരിക്കുന്നത്. RSPക്ക് നൽകിയ ഇരവിപുരത്തിനു പകരം ചടയമംഗലം നൽകാമെന്ന കോൺഗ്രസ് നിലപാട് ലീഗും തള്ളി. ചടയമംഗലം വേണ്ടെന്ന ഉറച്ച നിലപാട് ലീഗ് കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചു. തെക്കൻ കേരളത്തിൽ വിജയസാധ്യതയുള്ള സീറ്റ് വേണമെന്നാണ് കരുനാഗപ്പള്ളി ലക്ഷ്യമിട്ട് ലീഗിന്റെ ആവശ്യം. ഒരു സീറ്റും അധികം നൽകില്ലെന്ന നിലപാട് കോൺഗ്രസ് തുടരുന്ന സാഹചര്യത്തിൽ ചർച്ചയ്ക്ക് പ്രസക്തിയില്ലെന്നാണ് KM മാണിയുടെ അഭിപ്രായം. പൂഞ്ഞാർ, കുട്ടനാട് സീറ്റുകൾ വെച്ചുമാറണമെന്ന കോൺഗ്രസിന്റെ ആവശ്യവും മാണി തള്ളി. കുന്നത്തൂർ, ഇരവിപുരം, ചവറ സീറ്റുകൾക്ക് പുറമെ അരൂർ, ആറ്റിങ്ങൽ സീറ്റുകൾ നൽകാമെന്ന് RSPയെ കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. സിനിമാ താരം സിദ്ദിഖിന് അരൂർ നൽകാൻ നേരത്തെ കോൺഗ്രസിൽ ധാരണയുണ്ടായിരുന്നു. ഇതോടെ സിദ്ദിഖ് അരൂരിൽ മത്സരിക്കില്ലെന്ന് ഉറപ്പായി. അതേസമയം കോൺഗ്രസിലെ തർക്കങ്ങൾ തീർത്തിട്ടു മതി ഉഭയകക്ഷി ചർച്ചയെന്ന നിലപാടും ചില ഘടകകക്ഷി നേതാക്കൾ മുഖ്യമന്ത്രിയെയും VM സുധീരനെയും അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഈ തർക്കങ്ങൾ വളരെ രൂക്ഷമായി നിലനിൽക്കെ തന്നെയാണ് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിന്റെ നിലപാട്. ജേക്കബ് വിഭാഗത്തിനുള്ളിൽ തന്നെ ഉൾപ്പിരിവിൽ ഉണ്ടാക്കുന്ന തരത്തിലാണ് ഇരു നേതാക്കളുടെ തീരുമാനങ്ങൾ പുറത്തുവരുന്നു എന്നുള്ള വിവരവും കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് നിർണായകമാകുന്നുണ്ട്. മന്ത്രി അനൂപ് ജേക്കബിന്റെ നിലപാട്, അതോടൊപ്പം തന്നെ ജോണി നെല്ലൂരിന്റെ നിലപാട്. അങ്കമാലി സീറ്റ് നിഷേധിച്ച UDF നേതൃത്വത്തിനെതിരെ ജോണി നെല്ലൂർ പരസ്യമായി രൂക്ഷ വിമർശനം ഇന്ന് ഉന്നയിച്ചു. കോൺഗ്രസ് കൂടെ കൊണ്ട് നടന്ന് ചതിക്കുന്നുവെന്നാണ് ജോണി നെല്ലൂർ പറഞ്ഞത്. അദ്ദേഹം കൂട്ടിച്ചേർത്തു, UDF നേതൃത്വത്തിന്റെ വഞ്ചനയ്ക്കെതിരെ അതിശക്തമായ നിലപാടുമായി മുന്നോട്ടു പോകുമെന്നും. ജോണി നെല്ലൂരിന്റെ വാക്കുകൾ പറയട്ടെ, കൂടെ കൊണ്ട് നടന്ന് വഞ്ചിക്കുകയായിരുന്നു. ക്രൂരമായ വഞ്ചന, ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ചതി. നീതികേടെന്ന് പറഞ്ഞാൽ ആ വാക്കൊന്നും പോരാ. UDFനെതിരെ, മന്ത്രിമാർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പോലും മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാൻ മടി കാണിച്ചപ്പോൾ ഈ മന്ത്രിമാർക്കും UDFനും വേണ്ടി ശക്തമായ വാദമുഖങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പോരാടിയ ഒരു പാർട്ടിയും അതിന്റെ വിനീതനായ ഒരു നേതാവുമാണ് ഞാൻ.
ജോണി നെല്ലൂർ ഇത്തരത്തിൽ പരസ്യമായി രംഗത്തെത്തുമ്പോൾ UDF നേതൃത്വത്തിനെതിരെ അതിശക്തമായ പ്രതികരണം നടത്തുമ്പോൾ അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. പാർട്ടിയുടെ തീരുമാനം അത് സീറ്റുമായി ബന്ധപ്പെട്ടാണെങ്കിൽ മന്ത്രിയുടെ തീരുമാനമാണോ പാർട്ടി അനുഭാവികളുടെയും പാർട്ടി പ്രവർത്തകരുടെയും തീരുമാനമാണോ വലുത്? ഈ ചോദ്യം ജോണി നെല്ലൂർ ഉയർത്തിയത് ജേക്കബ് ഗ്രൂപ്പിന്റെ നേതൃയോഗത്തിലാണ്, മൂവാറ്റുപുഴയിൽ ചേർന്ന നേതൃയോഗത്തിൽ. ആ നേതൃയോഗത്തിൽ നേതാക്കൾ തമ്മിൽ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസവും ഉണ്ടായി. മൂവാറ്റുപുഴയിലോ അങ്കമാലിയിലോ സൗഹൃദ മത്സരമാകാമെന്ന നിലപാടും ജോണി നെല്ലൂർ പറയുകയുണ്ടായി. ജോണി നെല്ലൂരിന്റെ വാക്കുകളും ആ നേതൃയോഗത്തിന്റെ വിശേഷങ്ങളും പുറത്തു വരുമ്പോൾ അനൂപ് ജേക്കബിന്റെ നിലപാട് എന്തായിരിക്കും, ജോണി നെല്ലൂരിന്റെ നിലപാട് എന്തായിരിക്കും? മറ്റൊരു പിളർപ്പിനോ അഭിപ്രായ വ്യത്യാസങ്ങളിലോ ആയിരിക്കുമോ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം പോവുക? വരുന്ന തെരഞ്ഞെടുപ്പ് അതിനും ഉത്തരം പറയും. ഇടവേളയ്ക്ക് ശേഷം പിറവം മണ്ഡലത്തിൽ അനൂപ് ജേക്കബിന്റെ സ്ഥിതി എന്ത്? എറണാകുളം ജില്ലയിലെ പിറവം നിയമസഭാ മണ്ഡലം, പിറവം എങ്ങനെ ചിന്തിക്കുന്നു? പിറവത്തെ രാഷ്ട്രീയപരമായി വിലയിരുത്തുകയാണെങ്കിൽ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിന്റെ ശക്തി കേന്ദ്രമെന്ന് നിരീക്ഷകർ പറയും. മണ്ഡലത്തിൽ അനൂപ് ജേക്കബാണ് നിലവിലെ ജനപ്രതിനിധി. നിലവിലും വരുന്ന തെരഞ്ഞെടുപ്പിൽ അനൂപ് ജേക്കബ് തന്നെയായിരിക്കും UDF-നായി മത്സരിക്കുക. ജോണി നെല്ലൂർ ഇന്ന് പരസ്യ പ്രസ്താവനയുമായി രംഗത്തെത്തുമ്പോൾ സർക്കാരിനും മന്ത്രിക്കും നേരെ ഉന്നയിക്കപ്പെട്ട അഴിമതി ആരോപണങ്ങളും ഈ ഇരു നേതാക്കളും ജോണി നെല്ലൂരും അനൂപ് ജേക്കബ് അനുഭാവികളും തമ്മിലുള്ള ആശയഭിന്നതയും തെരഞ്ഞെടുപ്പ് മത്സരവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളും പിറവത്ത് സജീവമാകുമെന്ന് ഡാനി പോൾ. സംസ്ഥാനത്തെ സാധാരണക്കാരെ നേരിട്ട് ബാധിക്കുന്ന വകുപ്പുകളിലൊന്നായിരുന്നു അനൂപ് ജേക്കബ് കൈകാര്യം ചെയ്തത്. നാട്ടിലെ ഭക്ഷ്യസാധനങ്ങളുടെ വില നിയന്ത്രണം എന്ന സുപ്രധാന കാര്യം നടപ്പാക്കേണ്ട വകുപ്പ്. മികച്ച നിയമസഭാ സാമാജികനും മന്ത്രിയുമൊക്കെയായിരുന്ന TM ജേക്കബിന്റെ ആകസ്മിക നിര്യാണത്തെ തുടർന്നാണ് അനൂപ് ജേക്കബ് മത്സരരംഗത്തേക്ക് എത്തുന്നതും മന്ത്രിയാകുന്നതും. ചെറുപ്പക്കാരനായ മന്ത്രി നിർണായകമായ ഒരു വകുപ്പിന്റെ ചുമതലയേൽക്കുമ്പോൾ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് സംസ്ഥാനം വിശ്വസിച്ചത്. രൂക്ഷമായ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സിവിൽ സപ്ലൈസ് സൂപ്പർ മാർക്കറ്റുകൾ, സപ്ലൈകോ വിൽപ്പനശാലകൾ എന്നിവ വഴി കഴിഞ്ഞുവെന്നാണ് മന്ത്രി പറയുന്നത്. റേഷൻ കട വഴിയും അവശ്യ സാധനങ്ങൾ ലഭ്യമാക്കാൻ കഴിഞ്ഞതിലൂടെ വിലക്കയറ്റം ഒരു പരിധിവരെ ചെറുത്തു നിൽക്കാൻ കഴിഞ്ഞതായും അനൂപ് ജേക്കബ് ചൂണ്ടിക്കാട്ടുന്നു. ഉത്സവകാലങ്ങളിൽ കൂടുതൽ വിപണനശാലകൾ തുറന്ന് വിലക്കുറവിൽ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞുവെന്നും മന്ത്രി വിശ്വസിക്കുന്നു. എന്നാൽ ഈ വിശ്വാസങ്ങളുടെയെല്ലാം അപ്പുറത്താണ് യാഥാർത്ഥ്യമെന്ന് LDF പറയുന്നു. ചുരുങ്ങിയ നാൾ കൊണ്ട് ഏറ്റവും കൂടുതൽ വിജിലൻസ് കേസുകൾ നേരിടേണ്ടി വന്നത് അനൂപ് ജേക്കബിനാണെന്നും ഇതുമാത്രം മതി അദ്ദേഹത്തിന്റെ വകുപ്പിൽ എത്രമാത്രം അഴിമതി നടന്നുവെന്ന് മനസ്സിലാക്കാനുമെന്നും LDF വ്യക്തമാക്കുന്നു. വില നിയന്ത്രണം എന്ന സങ്കല്പം ഈയൊരു കാലയളവിൽ അമ്പേ പാളി. റേഷൻ കടകളിൽ സാധനങ്ങൾ കിട്ടാത്ത അവസ്ഥയായി. ഉത്സവകാലങ്ങളിൽ ആരംഭിച്ച മേളകൾ പലതും കെട്ടുകാഴ്ചകളായി മാറി. നിരവധി ന്യായവില ഷാപ്പുകൾ അടച്ചുപൂട്ടി. റേഷൻ കാർഡ് വിതരണം പോലും എങ്ങുമെത്താത്ത നിലയിൽ നീണ്ടുപോയി. ഇങ്ങനെ ഒരു മന്ത്രി എന്ന നിലയിൽ അനൂപ് ജേക്കബ് പരാജയപ്പെട്ട ഇടങ്ങൾ LDF അക്കമിട്ട് നിരത്തുന്നു. സ്വന്തം മണ്ഡലമായ പിറവത്തും അനൂപ് ജേക്കബിനെതിരെ പരാതികൾ നിരവധിയാണ്. എറണാകുളം ജില്ലയുടെ തന്നെ കാർഷിക കലവറയായാണ് പിറവത്തെ അറിയപ്പെടുന്നത്. കാർഷിക സംസ്കൃതിയുടെ ഇനിയും മായാത്ത അടയാളങ്ങളായി കാക്കൂർ, കാളവയൽ അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് ഇവിടെ നിലനിന്നു പോരുന്നു. ജില്ലയിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷി നടക്കുന്ന തോട്ടറപ്പുഞ്ച ഉൾപ്പെടുന്ന നാടുകൂടിയാണ് പിറവം. ഇതിനൊപ്പം തന്നെ ചെറുകിട ഇടത്തരം റബ്ബർ കർഷകരും മണ്ഡലത്തിൽ ഏറെയാണ്. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ ഏറ്റവും പെട്ടെന്ന് മണ്ഡലത്തിൽ പ്രതിഫലിക്കും. കാർഷിക മേഖല ഏറ്റവും ദയനീയമായി തകർന്നടിഞ്ഞപ്പോൾ മന്ത്രി എന്നതിനപ്പുറം ഒരു നാട്ടുകാരൻ എന്ന രീതിയിൽ പോലും അനൂപ് ഇടപെട്ടില്ലെന്ന് കർഷകർക്കിടയിൽ പരാതി വ്യാപകമാണ്. കാർഷിക മേഖലയ്ക്കപ്പുറം വ്യവസായ സംരംഭങ്ങൾ മണ്ഡലത്തിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോയതും അനൂപിന് ക്ഷീണമായി. ആമ്പല്ലൂർ ഇലക്ട്രോണിക്സ് പാർക്ക് സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് വലിയ സാധ്യതകളാണ് നൽകിയതെങ്കിലും എങ്ങുമെത്താതെ പോയ പദ്ധതികളിലൊന്നാണ്. ഇതിനൊരു പ്രധാന കാരണം അനൂപ് ജേക്കബിന്റെ ദീർഘവീക്ഷണമില്ലായ്മയാണെന്ന് വലിയ തോതിൽ വിമർശനമുണ്ട്. രാഷ്ട്രീയപരമായും അനൂപ് ജേക്കബിനിത് നല്ല കാലമല്ല. സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ശക്തമായ വിമർശനങ്ങളും എതിർപ്പുമാണ് അദ്ദേഹം നേരിടുന്നത്. പിളർപ്പിന്റെ വരമ്പിലൂടെ നടന്നുപോകുന്ന ഒരു പാർട്ടിയുടെ നേതാവാണ് ഇന്ന് അനൂപ്. ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് മാത്രമാണ് UDF പാർട്ടിക്ക് നൽകിയത്. പാർട്ടി ചെയർമാനായ ജോണി നെല്ലൂരിന് സീറ്റ് നിഷേധിക്കപ്പെട്ടു. തന്നെ ഒഴിവാക്കിയത് അനൂപിന്റെ നേതൃത്വത്തിൽ തന്നെയാണെന്ന നിരീക്ഷണമാണ് ഇക്കാര്യത്തിൽ ജോണി നെല്ലൂരിനുള്ളത്.
അതുകൊണ്ട് പാളയത്തിൽ തന്നെ ശക്തമായൊരു പടയൊരുക്കം തുടങ്ങിക്കഴിഞ്ഞു. മന്ത്രി അനൂപ് ജേക്കബിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം മണ്ഡലത്തിലെ പോരാട്ടം ഇക്കുറി നിർണായകമാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അനൂപ് ജേക്കബിന് നേരിടേണ്ടി വന്നിട്ടുള്ള നിരവധിയായ അഴിമതി ആരോപണങ്ങൾ, അതോടൊപ്പം തന്നെ തൻ്റെ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ, അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിൽ പാർട്ടിക്കകത്തു നിന്ന് ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയമായ ഗ്രൂപ്പ് വഴക്കുകളും അങ്ങനെ മറ്റു പലതും. എറണാകുളത്തെ പിറവം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും തലസ്ഥാന ജില്ലയായ കഴക്കൂട്ടത്തേക്ക് എത്തിയാൽ വാശിയേറിയ പോരാട്ടത്തിന് ഒരുങ്ങി 3 മണ്ഡലങ്ങൾ. തലസ്ഥാന ജില്ലയിലെ കഴക്കൂട്ടം നിയമസഭാ മണ്ഡലം എങ്ങനെ പ്രചാരണത്തിൽ സജീവമായി തുടങ്ങി? എസ് ഷീജയിലേക്ക്. LDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതോടെ കഴക്കൂട്ടത്തെ LDF സ്ഥാനാർത്ഥി കടകംപള്ളി സുരേന്ദ്രൻ പ്രചരണം ആരംഭിച്ചത് മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെയും സാംസ്കാരിക നായകരുടെയും അനുഗ്രഹം തേടിയാണ്. രാവിലെ കന്റോൺമെന്റ് ഹൌസിലെത്തി പ്രതിപക്ഷ നേതാവിന്റെ അനുഗ്രഹത്തോടെയാണ് കടകംപള്ളിയുടെ പ്രചരണം ആരംഭിച്ചത്. തുടർന്ന് കവയത്രി സുഗതകുമാരിയെ സന്ദർശിച്ച് പിന്തുണ അഭ്യർത്ഥിച്ചു. പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനത്തിന് മുൻഗണന നൽകണമെന്ന് ടീച്ചർ കടകംപള്ളിയോട് ആവശ്യപ്പെട്ടു. അവിടെ നിന്നും കഴക്കൂട്ടം മണ്ഡലത്തിലേക്ക്. മാറിമറിയുന്ന രാഷ്ട്രീയ ചായ്വുള്ള മണ്ഡലത്തിൽ 15 വർഷമായി തുടരുന്ന MA വാഹിദിനെതിരായ വികാരം LDFന് അനുകൂലമാകുമെന്ന് CPIM സ്ഥാനാർത്ഥി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. കഴക്കൂട്ടത്ത് 15 വർഷങ്ങൾക്ക് ശേഷം മണ്ഡലം തിരിച്ചുപിടിക്കാനാകുമെന്ന നല്ല പ്രതീക്ഷയിലാണ്. മണ്ഡലത്തെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കഴിഞ്ഞ 15 വർഷം മണ്ഡലത്തിന് വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ നഷ്ടപ്പെട്ട വർഷമാണെന്ന് എനിക്ക് തോന്നുന്നത്. 5 വർഷത്തിന് മുമ്പ് എങ്ങനെയാണോ നിന്നത് അതിനപ്പുറമുള്ള എന്തെങ്കിലും വലിയ വളർച്ചയുണ്ടായെന്ന് പറയാൻ സാധിക്കില്ല. ഉണ്ടായിട്ടുള്ള നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ശുദ്ധജല വിതരണം അത് സാധ്യമാക്കുന്നതിനുള്ള ഒരു പ്രോജക്റ്റും അവിടെ നടന്നിട്ടില്ലെന്നുള്ളതാണ്. 4 മാസം മുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി നേടിയ മേൽക്കൈയും LDFന് ഇവിടെ അനുകൂല ഘടകമാകും. IT മേഖലയിലെ വളർച്ച ഒഴിച്ചാൽ മറ്റൊന്നും UDF സ്ഥാനാർത്ഥി MA വാഹിദിന് അനുകൂല ഘടകങ്ങളല്ല. ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് ഇന്നും വിനോദസഞ്ചാരികൾക്ക് ഇവിടെ അന്യമാണ്. നാലാഞ്ചിറ, മുക്കോല, അരുവിയോട് തുടങ്ങിയ 10ഓളം പ്രദേശങ്ങളിൽ ജനങ്ങൾ നേരിടുന്ന രൂക്ഷമായ കുടിവെള്ളക്ഷാമവും വാഹിദിന് തിരിച്ചടിയാകും. അത് ഈ പാർട്ടിയിലുള്ളതാണല്ലോ, ഈ പാർട്ടി ജന്മം കൊണ്ടപ്പോഴേ ഉള്ളതാണ്. അപ്പോൾ എല്ലാവരെയും ആർക്കും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡിസാറ്റിസ്ഫാക്ഷൻ അതിനകത്തുണ്ട്. അങ്ങനെയുള്ളവർക്ക് പരാതിയുണ്ട്. അവർ ചിലപ്പം കൂട്ടമായി ചേർന്നെതിരായി നിൽക്കും. എനിക്കൊരു ആശങ്കയില്ല. ഇതിനു പുറമെയാണ് വാഹിദിനെതിരായ കോൺഗ്രസിനുള്ളിലെ തന്നെ പടയൊരുക്കവും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP ഉണ്ടാക്കിയ മുന്നേറ്റമാണ് മുൻ BJP അധ്യക്ഷൻ V മുരളീധരന് പ്രതീക്ഷ നൽകുന്നത്. എന്നാൽ തിരുവനന്തപുരം മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട വിഷയം തിരിച്ചടിയാകുമെന്ന ആശങ്കയുമുണ്ട് BJP ക്യാമ്പിന്. മുരളീധരനും മണ്ഡലത്തിൽ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. ഏറ്റവുമധികം പുതിയ സമ്മതിദായകർ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള മണ്ഡലം കൂടിയാണ് കഴക്കൂട്ടം. മുൻവിധികളെ അപ്രസക്തമാക്കി വഴുതിമാറുന്ന പരമ്പരാഗത രാഷ്ട്രീയ സവിശേഷതകളും കഴക്കൂട്ടം മണ്ഡലത്തിന് സ്വന്തം. ശക്തമായ ത്രികോണ മത്സരത്തിനാണ് ഇത്തവണ കഴക്കൂട്ടം മണ്ഡലം വേദിയാകുന്നത്. LDFും BJPയും ഇതിനോടകം തന്നെ മണ്ഡലത്തിൽ സജീവ പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. പടലപ്പിണക്കങ്ങൾക്കിടയിലും മണ്ഡലം നിലനിർത്താനുള്ള ശ്രമത്തിലാണ് UDF ക്യാമ്പും. കഴക്കൂട്ടത്ത് നിന്ന് കൊല്ലത്തെ കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തിലേക്ക് എത്തിയാൽ എസ് രാജ്കുമാർ. ഹാട്രിക് വിജയത്തിലൂടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഐഷ പോറ്റി പ്രചരണ രംഗത്ത് സജീവമായി കഴിഞ്ഞു. ജില്ലയിൽ CPIM മത്സരിക്കുന്ന 4-ൽ 2 സീറ്റിൽ വീട്ടമ്മമാരെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതിൽ അഭിമാനമുണ്ടെന്ന് ഐഷ പോറ്റി പറഞ്ഞു. പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരുടെയും സ്ത്രീകളുടെ വിശേഷിച്ചും തീർച്ചയായിട്ടും ആ 50% സംവരണം തന്നെയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം 4 സീറ്റേ ഉള്ളൂ. 4-ൽ 2 സീറ്റും ഇപ്പോൾ ഇടതുപക്ഷ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊടിക്കുന്നിൽ സുരേഷിന് കൊട്ടാരക്കര മണ്ഡലത്തിൽ 5000 വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചിരുന്നു. എന്നാൽ ഒടുവിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളും പിടിച്ചെടുത്ത് ഇടതുപക്ഷം കരുത്തുകാട്ടി. കോൺഗ്രസിന് സ്വാധീനമുണ്ടായിരുന്ന നെടുവത്തൂർ പഞ്ചായത്തിലാകട്ടെ കോൺഗ്രസ് വിമതർ ഇടതുപിന്തുണയോടെ ഭരണം നടത്തുന്നതിനും UDFന് തിരിച്ചടിയായി. മാത്രമല്ല കൊടിക്കുന്നിൽ സുരേഷും AI ഗ്രൂപ്പുകളും തമ്മിലുള്ള ബന്ധം വഷളായി തുടരുന്നതും UDFന് സമയദോഷമാകാൻ കാരണമായി. കേരള കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസിലെത്തിയ ബ്രിജേഷ് എബ്രഹാമും രശ്മിയും സീറ്റിന് വേണ്ടി രംഗത്തുണ്ട്. ഇപ്പോൾ ലിസ്റ്റിൽ ഏതായാലും പേര് പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് ബിയുടെ 2 സീറ്റ് ആണ് ഇപ്പോൾ കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒരു കോൺഗ്രസിൽ UDFിൽ നിൽക്കുകയല്ല, കോൺഗ്രസിൽ ലയിച്ച് കോൺഗ്രസ്സുകാരനായിട്ടാണ് നിൽക്കുന്നത്. അപ്പം കോൺഗ്രസിൻ്റെ പാർട്ടി നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ഞാൻ പിന്തുണയ്ക്കേണ്ടി വരുന്നത്.
അപ്പം എൻ്റെ പേരും പോയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ വരുമ്പോൾ എന്താണ് ഇതുവരെ ആയിട്ടില്ല. പ്രത്യേകിച്ച് കൊടിക്കുന്നിൽ സുരേഷ് MP അദ്ദേഹം മുൻകൈ എടുത്തുകൊണ്ട് ആണ് എന്നെ ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ എല്ലാ പിന്തുണയും ഇപ്പോഴും എനിക്ക് കിട്ടുന്നുണ്ട്. അതേസമയം മുൻ DCC പ്രസിഡന്റ് എഴുകോൺ സത്യശീലൻ ആരോഗ്യ കാരണങ്ങളാൽ മത്സര രംഗത്ത് നിന്ന് പിന്മാറിയെങ്കിലും അദ്ദേഹത്തിന്റെ മകൻ സവിൻ സത്യനു വേണ്ടി അദ്ദേഹം രംഗത്തുണ്ട്. INUC നേതാവ് E ചന്ദ്രശേഖരനും കൊട്ടാരക്കര മണ്ഡലത്തിൽ സ്ഥാനമുറപ്പിക്കാൻ ലക്ഷ്യമിടുന്നു. സ്ഥാനാർത്ഥി പട്ടികയിൽ പുതുമുഖങ്ങൾക്കും ചെറുപ്പക്കാർക്കും പ്രത്യേക പരിഗണന വേണം എന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഒരു മത്സര രംഗത്ത് നിന്ന് എന്നെ ഒഴിവാക്കണം എന്ന് തന്നെ ഞാൻ ആവശ്യപ്പെട്ടു. പകരം ആ നിലയ്ക്ക് അംഗീകരിക്കപ്പെടാൻ കഴിയുന്ന പ്രാതിനിധ്യം ഉണ്ടായിരിക്കണം എന്നാവശ്യപ്പെട്ടിട്ടുമുണ്ട്. പാർട്ടി സർവീസും സേവനവും സമൂഹത്തിൻ്റെ അംഗീകാരവും ഇല്ലാത്ത ആളുകളെ കാൻഡിഡേറ്റ് ആക്കിയാൽ അതിനുള്ള അംഗീകാരം ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് കണ്ടറിയണം. ആദ്യം 12,000, പിന്നീട് 21,000. ഇപ്പോൾ മൂന്നാം അംഗത്തിന് കച്ചമുറക്കി ഐഷ പോറ്റി ഇറങ്ങുമ്പോൾ ഭൂരിപക്ഷം 50,000-ൽ എത്തിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണവർ. കൊട്ടാരക്കരയിൽ നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ. പത്തനംതിട്ട നിയമസഭാ മണ്ഡലത്തിലെ പ്രചാരണ വിശേഷങ്ങളുമായി ബിജേഷ് നടുവിൽ ചേരും. നാളത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി വീണ്ടും ഇതേ സമയം. കഴിഞ്ഞ 20 വർഷമായിട്ട് UDFന് പച്ച തൊടാൻ സാധിക്കാത്ത മണ്ഡലമാണ് റാന്നി. രാജു എബ്രഹാം തന്നെയാണ് ഇത്തവണയും ഇടതുപക്ഷത്തിനായി മത്സര രംഗത്തെത്തുക. ഏത് വിധേനയും മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് UDF ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറാകുന്നതും. KPCC സെക്രട്ടറിയായ പഴകുളം മധുവോ മറിയാമ്മ ചെറിയാനോ ആയിരിക്കും ഇത്തവണ UDFനായിട്ട് മത്സര രംഗത്തെത്തുകയും ചെയ്യുക. മലയോര മേഖലയായ റാന്നി ഇടതു വലത് സ്ഥാനാർത്ഥികളെ മാറി മാറി നിയമസഭയിൽ എത്തിച്ചിട്ടുണ്ട്. യുവത്വത്തിന്റെ പ്രസരിപ്പുമായെത്തിയ രാജു എബ്രഹാമിലൂടെ 96-ൽ ഇടതുപക്ഷം മണ്ഡലം പിടിച്ചെടുക്കുകയായിരുന്നു. പിന്നീട് അങ്ങോട്ടുള്ള 20 വർഷങ്ങളിൽ റാന്നി ഇടതുകോട്ടയായി മാറുന്ന കാഴ്ചയാണ് കണ്ടത്. 2001-ലും 2006-ലും 2011-ലും രാജു എബ്രഹാം തന്നെ നിയമസഭയിൽ റാന്നിയുടെ ശബ്ദമായി. ഓരോ തെരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം വർദ്ധിക്കുകയും ചെയ്തു. 3 തവണയിൽ കൂടുതൽ മത്സരിച്ചവർക്ക് CPM പൊതുവെ സീറ്റ് നൽകാറില്ലെങ്കിലും രാജു എബ്രഹാമിന്റെ ജനകീയത മറിച്ച് ചിന്തിക്കാൻ പാർട്ടിയെ പ്രേരിപ്പിച്ചു. KPCC സെക്രട്ടറിമാരായ പഴകുളം മധുവിന്റെയും മറിയാമ്മ ചെറിയാന്റെയും പേരുകൾക്കാണ് UDFൽ മുൻഗണന. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തരിൽ ഒരാളാണ് പഴകുളം മധു. റാന്നി മുൻ MLA MC ചെറിയാന്റെ ഭാര്യ മറിയാമ്മ ചെറിയാനാകട്ടെ PJ കുര്യന്റെ പിന്തുണയുമുണ്ട്. A ഗ്രൂപ്പുകാരാണ് റാന്നിയിൽ സ്ഥിരമായി മത്സരിക്കാറുള്ളത്. എന്നാൽ തുടർച്ചയായി തോൽവി നേരിടുന്ന സാഹചര്യത്തിൽ ഇത്തവണ മണ്ഡലം വിട്ടു നൽകണമെന്ന് I വിഭാഗം ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ശബരിമല ഇടത്താവളങ്ങളുടെയും അനുബന്ധ സംവിധാനങ്ങളുടെയും വികസനം സാധ്യമാക്കിയതും സ്കൂളുകളിൽ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ആവിഷ്കരിച്ചതുമൊക്കെ വികസന നേട്ടങ്ങളായി MLA എടുത്തു പറയുന്നു. ഒന്ന്, നമ്മൾ ശബരിമല കേന്ദ്രീകരിച്ചുകൊണ്ട് ആ വിഷയങ്ങളൊക്കെ നിയമസഭയിൽ അവതരിപ്പിച്ചു. വലിയ മാറ്റമാണ് ഇടത്താവളങ്ങളുടെ കാര്യത്തിലും ശബരിമലയുടെ കാര്യത്തിലും എല്ലാം ഉണ്ടായത്. പമ്പ ആക്ഷൻ പ്ലാൻ ഞാൻ വെച്ചൊരു പ്രപ്പോസലാണ്. ശബരിമല മാസ്റ്റർ പ്ലാൻ ഞാൻ വെച്ചൊരു പ്രപ്പോസലാണ്. ഞങ്ങളുടെ നിയമസഭാ കമ്മിറ്റിയാണ് ഈ പ്രപ്പോസൽ ആദ്യമായി ഗവൺമെൻറ് സമർപ്പിച്ചത്. UDFൽ മറിയാമ്മ ചെറിയാനെ മത്സരിപ്പിക്കും എന്ന് കണ്ട് അവർക്കെതിരെ വ്യാപകമായ പോസ്റ്ററുകളും മണ്ഡലത്തിലുടനീളം വന്നു കഴിഞ്ഞു. മറിയാമ്മ ചെറിയാനെയോ മകനെയോ മണ്ഡലത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന രീതിയിലൊക്കെയാണ് സേവ് കോൺഗ്രസിന്റെ പേരിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. എന്തായാലും ഇടതുപക്ഷം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും രാജു എബ്രഹാം പ്രചാരണ രംഗത്ത് ഏറെ മുന്നിലെത്തുകയും ചെയ്തു. അവിടെ UDFനാകട്ടെ ഇതുവരെ കൃത്യമായ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ സാധിച്ചിട്ടുമില്ല. അതേസമയം തിരുവല്ല കോൺഗ്രസ് ഏറ്റെടുത്തിട്ട് റാന്നി കേരള കോൺഗ്രസിന് വിട്ടുനൽകാം എന്നൊരു ചർച്ചയും പുരോഗമിക്കുന്നുണ്ട്. ഇത്തരത്തിൽ കേരള കോൺഗ്രസിന് റാന്നി വിട്ടുനൽകുകയാണെങ്കിൽ ജോസഫ് M പുതുശ്ശേരിയായിരിക്കും ചിലപ്പോൾ അവിടെ സ്ഥാനാർത്ഥിയായി എത്തുക. ബാർക്കോഴ വിഷയത്തിൽ KM മാണിക്ക് വേണ്ടി ചാവേറായിട്ടുള്ളതാണ് ജോസഫ് M പുതുശ്ശേരി. അതിൻ്റെ നന്ദി എന്തായാലും കാണിക്കാതിരിക്കില്ല. എന്തായാലും റാന്നി മണ്ഡലത്തിലെ ഇടതുപക്ഷത്തിൻ്റെ തുടർച്ചയായ വിജയത്തിന് UDFന് തടയിടാൻ സാധിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. റാന്നിയിൽ നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം വിജേഷ് നടുവിൽ.